മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ ദേശീയ അവാർഡ് ജൂറിക്കെതിരെ പൊട്ടിത്തെറിച്ച് റസൂൽ പൂക്കുട്ടി ആട് ജീവിതത്തെ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. ഒരു അവാർഡിലും പരിഗണിക്കരുത് എന്ന് ജൂറിയുടെ തീരുമാനം ഉണ്ടായിട്ടുണ്ട്. പൊളിറ്റിക്സ് മാത്രമാണ് ആട് ജീവിതത്തെ ഒഴിവാക്കാൻ കാരണം. കേരള സ്റ്റോറി എന്ന ചിത്രം മികച്ച ചിത്രമായി ജൂറിക്ക് തോന്നിക്കാണുമെന്നും റസൂൽ പൂക്കുട്ടി പരിഹസിച്ചു. അത് നിശ്ചയമായിട്ടും ആ സിനിമയെ മൊത്തത്തിൽ ഒഴിവാക്കിയതാണ്. എവിഡൻ്റ് ആണല്ലോ. ഇവിടുന്ന് സൗത്ത് ഇന്ത്യൻ സെലക്ട് ചെയ്ത 6 സിനിമകൾ ആ സിനിമ ഉണ്ടായിരുന്നു. അതെനിക്കറിയാം, ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയാം. ആ സിനിമയെ യാതൊരു വിധത്തിലും പങ്കെടുപ്പിക്കരുത് എന്നുള്ള ഒരു നിശ്ചയമായ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. പൊളിറ്റിക്സ്, ദാറ്റ് ഈസ് കോൾഡ് പൊളിറ്റിക്സ്. As long as your national recognition is under the government, whichever is the ruling dispensation, it's going to decide. അതിൽ നമ്മൾ എന്തുമാത്രം ഇൻഡിപെൻഡൻ്റ് ആയ ഡിസിഷൻ എടുക്കാൻ ഒരു ബോഡിയെ അനുവദിക്കും എന്നുള്ളത് മറ്റൊരു കാര്യം. അത് നിങ്ങൾ എത്ര ലിബറലാണോ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അജണ്ട, ഞങ്ങൾക്ക് ആളുകൾ വോട്ട് ചെയ്തു, ഞങ്ങൾ ജയിപ്പിച്ചു, 3-2 ഭൂരിപക്ഷം ഞങ്ങൾക്ക് തന്നു, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും. ഡെമോക്രസി അല്ലേ. നിങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കുമോ? വിൽ യു ലിസൺ ടു ദ ഡിസെൻറ്റ്? ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. അത് ഹെൽത്തി ആണോ അല്ലയോ എന്നുള്ളത് ഒരു സിവിൽ സൊസൈറ്റി ഡിസ്കോഴ്സ് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ പറയുന്നില്ല, ഞാനൊന്നും പറയുന്നില്ല, നമുക്ക് കിട്ടാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് വരും. ഇല്ല, ഒരു ഹെൽത്തി നമ്മളൊരു അറിവ്. ദെർ ക്യാൻ ബി പൊളിറ്റിക്സ്, ദെർ ക്യാൻ ബി അജണ്ട, ദെർ ക്യാൻ ബി. അത് ഇലക്ഷൻ വരെ ഉള്ളൂ. നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞ് നിങ്ങൾ ജയിച്ചു കഴിഞ്ഞ് നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ പിന്നെ നമ്മളെല്ലാവർക്കും കൂടെ ഉള്ള ഗവൺമെൻറ്റാണ്. അതിനാൽ എല്ലാവരുടെയും ശബ്ദങ്ങൾ കേട്ട് അനുസരിക്കാൻ എടുക്കാൻ പറ്റുന്ന കാര്യം എടുക്കുക. അതാണൊരു നല്ല ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, നല്ല ഗവൺമെൻറ് എന്നൊക്കെ പറയുന്നത്. അതുണ്ടോ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ പബ്ലിക് ഡിസ്കോഴ്സിൻ്റെ കാര്യമാണ്. ഐ ഹാവ് നോ കമൻറ്റ്സ്. നമ്മൾ ചെയ്ത സിനിമയാണ് ശരിയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. സിനിമ ഈസ് എ സബ്ജക്റ്റീവ് ആർട്ടല്ലേ. അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഇറ്റ്സ് എ സബ്ജക്റ്റീവ് ആർട്ട്. അപ്പോൾ അവർക്കങ്ങനെ തോന്നി, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് തോന്നി കേരള സ്റ്റോറി ഈസ് എ ബെസ്റ്റ് ഫിലിം. എന്ത് ചെയ്യാൻ പറ്റും? അതാണ്. അത് പബ്ലിക്കിൽ ഒരു ഡിസ്കോഴ്സ് ഉണ്ടാവും. കാര്യം ആ സിനിമ നെറ്റ്ഫ്ലിക്സ് കിടപ്പുണ്ട്, ആൾക്കാരെല്ലാം കാണുന്നുണ്ട്, അവർക്ക് എല്ലാവരും കണ്ടിട്ട് മനസ്സിലാവുമല്ലോ. അതിനേക്കാൾ ഉപരി എന്നെ സംബന്ധിച്ചോളം ആടുജീവിതം എന്ന സിനിമ ഒരു അതിജീവനത്തിൻ്റെ സിനിമയാണ്. ആ ഒരു സംഭവത്തെ നിങ്ങൾ നെഗേറ്റ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് വിഷമം തോന്നുന്നത്. ഇന്ന് നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിൽ ഒരു 40% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, പിന്നെ ഫോറക്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കേരളമാണ്. അതല്ല ഇവരാണ്. ഈ പോയി കിടക്കുന്ന നജീബുകളാണ് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അവരെ നിങ്ങൾ നെഗേറ്റ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് പ്രശ്നം. വേറെ പ്രശ്നങ്ങളൊന്നും. സിനിമ നാടകീയമായതുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്തില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൺസിഡർ ചെയ്തില്ല, അതൊക്കെ യുവർ സബ്ജക്റ്റീവ് തിങ്സ്. അതാണ് ഈ പ്രശ്നം. നമ്മൾ മോശം സിനിമയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. നമ്മുടെ സിനിമയിൽ കൊള്ളത്തിലായിരിക്കാം, നമ്മുടെ സിനിമ ടെക്നിക്കൽ നല്ലതായിരിക്കത്തില്ല, നമ്മുടെ സിനിമ നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവില്ല, ഒരുപക്ഷെ ഡ്രാമ ഉണ്ടാകാം. അങ്ങനെയൊക്കെ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാമല്ലോ. അല്ല, ഓക്കെ, ഒന്നും എനിക്ക് വിഷയമല്ല. സൗണ്ട് മോശമായിരിക്കാം, ക്യാമറ മോശമായിരിക്കാം, മ്യൂസിക് ശരിയല്ല, ഒക്കെ ശരി. കോമ്പോസിഷൻ ഒന്നും കൊള്ളത്തില്ല. താറ കോമ്പോസിഷൻ. എ.ആർ. റഹ്മാനെ ചെയ്യാനേ അറിയത്തില്ല, റഫീഖ് അഹമ്മദിന് എഴുതാനും അറിയത്തില്ല, എല്ലാം സംഭവിച്ചു. പക്ഷെ നിങ്ങൾ ഈ ഒരു കാര്യം മാറ്റിവെക്കല്ലേ. ഇത്ര എനിക്ക് പറയാം. ഹരികൃഷ്ണനുമായുള്ള സംഭാഷണത്തിനിടെയാണ് ഇദ്ദേഹം വലിയ ഈ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. MS ഹരികൃഷ്ണൻ തന്നെ നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, ഗുഡ് മോർണിംഗ്. ഈ ദേശീയ അവാർഡ് പ്രഖ്യാപനം വന്നതിന് പിന്നാലെ തന്നെ വലിയ വിമർശനം, വിവാദം ഈ വിഷയത്തിൽ ഉണ്ടായതാണ്. ഓരോ മലയാളിയും ചോദിച്ച കാര്യം തന്നെയാണ് ഇപ്പോൾ റസൂൽ പൂക്കുട്ടി പറഞ്ഞത്. കാരണം ഇത്രത്തോളം മികച്ചു നിൽക്കുന്ന, നിലവാരം പുലർത്തുന്ന സിനിമകൾ മലയാളത്തിൽ നിന്ന് ഈ മത്സര വിഭാഗത്തിൽ ഉണ്ടായിട്ടും എങ്ങനെ തഴയപ്പെട്ടു? പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ ആട് ജീവിതത്തിൻ്റെ കാര്യം എടുത്താൽ തന്നെ അതിൻ്റെ കഥ, അതിൻ്റെ സംവിധാനം, മാത്രമല്ല ഛായാഗ്രഹണം, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസിക്, ഇങ്ങനെ ഏത് വിഭാഗം എടുത്തോട്ടെ, അഭിനയം എടുത്തോട്ടെ, ഏത് വിഭാഗം എടുത്താലും അത്രത്തോളം മികച്ചു നിന്നൊരു സിനിമ ഒരു കാറ്റഗറിയിൽ പോലും പരിഗണിക്കപ്പെട്ടില്ല എന്നുള്ളത് എത്രത്തോളം വിഷമകരമാണ്. മലയാളികൾ എല്ലാവരും
ആ ദുഃഖം രേഖപ്പെടുത്തിയതാണ്. സോഷ്യൽ മീഡിയയിൽ അടക്കം നമ്മളൊക്കെ നമ്മുടെ വിമർശനം ഉന്നയിച്ചതുമാണ്. നമുക്കറിയാം നടി ഉർവശിയും വിജയരാഘവനും ഒക്കെ അവർ എന്തുകൊണ്ട് സഹനടിയും സഹനടനുമായി പോയി ഈ ഒരു മത്സര വിഭാഗത്തിൽ എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നതിനോടൊപ്പം ചൂണ്ടിക്കാണിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആടുജീവിതം എന്തുകൊണ്ട് തഴയപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ കൃത്യമായ രാഷ്ട്രീയമാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നിപ്പോൾ തുറന്നടിച്ചിരിക്കുകയാണ് റസൂൽ പൂക്കുട്ടി, അല്ലേ? തീർച്ചയായും ആര്യ, കാരണം റസൂൽ പൂക്കുട്ടി ഇപ്പോൾ ഒരു ഓസ്കാർ ജേതാവ് ദേശീയ അവാർഡ് ജൂറിയെ വിമർശിക്കുമ്പോൾ അതിന് കൃത്യമായ കാരണങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കേണ്ടി വരും. കാരണം അദ്ദേഹം തന്നെ പറയുന്നത്, അദ്ദേഹം ഇപ്പോൾ ഇന്ത്യൻ സിനിമാ ലോകത്ത് പ്രത്യേകിച്ച് തമിഴ്, കന്നഡ, തെലുഗു അങ്ങനെ എല്ലാ സിനിമാ മേഖലയിലും തന്നെ അദ്ദേഹം പ്രവർത്തിച്ചു വരുന്ന ഒരു സൗണ്ട് ഡിസൈനർ കൂടിയാണ്. അദ്ദേഹം കൃത്യമായി തന്നെ തുറന്നു പറയുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ചാണ്, അദ്ദേഹത്തിന് അറിവുള്ള കാര്യം വെച്ച് തന്നെയാണ് സൗത്ത് ഇന്ത്യൻ സിനിമയിൽ നിന്ന് 6 സിനിമകൾ ഇത്തവണത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയിരുന്നു. അവിടെ നിന്നും ആടുജീവിതത്തിന് ഒരു തരത്തിൽ പോലും ഒരു കാറ്റഗറിയിൽ പോലും പരിഗണിക്കരുത് എന്ന് വ്യക്തമായ ധാരണ ജൂറിക്കുണ്ടായിരുന്നു എന്നുള്ളത് റസൂൽ പൂക്കുട്ടി തുറന്നു പറയുമ്പോഴേക്കും ഒരു സിനിമയ്ക്ക് നേരിടേണ്ടി വരുന്ന അവഗണന, ഒരു ആർട്ട് ഫോമിന് നേരിടേണ്ടി വരുന്ന ഒരു അവഗണന ചെറുതൊന്നുമല്ല. അതും റസൂൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ തീരുമാനിക്കും, അതനുസരിച്ച് ഒരു ഇൻഡിപെൻഡന്റ് ബോഡിയായിട്ട് പോലും ഫിലിം ജൂറിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ള വളരെ ഗുരുതരമായ ഒരു ആരോപണവും കൂടി റസൂൽ പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന് ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതാണോ അവർ തീരുമാനിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ മാറും. അത് തീരുമാനിക്കാൻ വേണ്ടി അവരൊരു ജൂറിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ ജൂറി കേന്ദ്ര സർക്കാരിന് ഏതൊക്കെ സിനിമകളാണോ താല്പര്യമുള്ളത്, ഏതൊക്കെ വിഭാഗങ്ങളാണോ, ഏതൊക്കെ പടത്തിലാണോ അവാർഡ് കൊടുക്കേണ്ടത്, അതനുസരിച്ച് ഇവരങ്ങ് തീരുമാനിക്കുമെന്നുള്ള വ്യക്തമായ ധാരണ ആണ് റസൂൽ പറയുന്നത്. ഇത് ഒരു ബോഡിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ഫിലിം ജൂറി എന്നൊരു ബോഡിയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തമായ തീരുമാനമെടുക്കാൻ പോലുമുള്ള അവകാശം ഇല്ലേ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെയാണ് റസൂൽ പറയുന്നത് ഇത് കൃത്യമായ പൊളിറ്റിക്സ് ആണ്, ഇത് കൃത്യമായ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ആടുജീവിതം എന്ന സിനിമ ഒരു വിഭാഗത്തിൽ പോലും തിരഞ്ഞെടുക്കാത്തത് എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. കാരണം സൗത്തിൽ നിന്ന് 6 സിനിമകളിൽ ഒന്ന് ആടുജീവിതം പോയെങ്കിൽ പിന്നെ എവിടെയാണ് അവിടെ ജൂറിയിൽ എത്തിയപ്പോഴേക്കും ഒരു വിഭാഗത്തിൽ പോലും ഈ സിനിമയ്ക്ക് ഒരു തരത്തിലും അവാർഡിനുള്ള നോമിനേഷൻ പോലും വരാത്തത് എന്തുകൊണ്ടാണ്? അവിടെ നിന്ന് എങ്ങനെയാണ് ഈ ചിത്രം തഴയപ്പെട്ടതെന്നൊരു ചോദ്യം ഈ ഫിലിം ജൂറി പ്രഖ്യാപിച്ച സമയത്ത് മുതൽ ഈ അവാർഡ് പ്രഖ്യാപന നിമിഷം വരെ പലരുടെയും ഇടയിൽ ഉണ്ടായിരുന്ന ചോദ്യമായിരുന്നു. 2024 ചിത്രം റിലീസായെങ്കിൽ പോലും 2023 സെൻസർ ചെയ്ത സിനിമ ആയതുകൊണ്ട് തന്നെ ഇത് ഇത്തവണത്തെ 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിന് ഏതെങ്കിലും കാറ്റഗറിയിൽ അർഹമായിരുന്നു. പക്ഷേ ഒരു വിഭാഗത്തിൽ പോലും ഈ സിനിമയ്ക്ക് അവാർഡ് കിട്ടിയില്ല എന്നുള്ളത് മലയാളികളെ തെല്ലൊന്നുമല്ല ഞെട്ടിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഞെട്ടൽ കൂടുതൽ ഉണ്ടാക്കുന്നതാണ് റസൂൽ പൂക്കുട്ടിയുടെ ഈ ഒരു തുറന്നു പറച്ചിൽ എന്നതും കൂടി നമ്മൾ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. ഉർവശിക്ക് ഉൾപ്പെടെ സഹനടി അവാർഡ് കിട്ടിയപ്പോൾ ഉർവശിയും പറഞ്ഞത് വാങ്ങുന്നത് തന്നിട്ട് പോകാൻ ഇത് പെൻഷൻ കാശൊന്നും അല്ലല്ലോ എന്നുള്ളതാണ്. അങ്ങനെ കൃത്യമായി താരങ്ങൾ എല്ലാവരും ഈ ഫിലിം ജൂറിക്കെതിരെ തുറന്നടിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ റസൂൽ പറയുന്ന മറ്റൊരു കാര്യം, മികച്ച സംവിധായകനായിട്ട് സുദീപ് തോസനാണ്. ഇത് കേരള സ്റ്റോറി എന്ന സിനിമയിലൂടെയാണ് സുദീപ് തോസന് ദേശീയ പുരസ്കാരം ലഭിക്കുന്നത്. അത് വളരെ പരിഹാസത്തോടു കൂടി തന്നെയാണ് റസൂൽ സംസാരിക്കുന്നത്. ഈ സിനിമയ്ക്ക് അവാർഡ് കൊടുക്കണമെന്ന് ജൂറിക്ക് തോന്നിക്കാണ്, നമുക്കെന്ത് ചെയ്യാൻ കഴിയും, ഇവർക്ക് AR റഹ്മാൻ സംഗീതം ചെയ്യുന്നില്ല എന്ന് പോലും പറയുന്ന ആളുകളാണ് എന്നതും പോലും റസൂൽ തുറന്ന് പറയുമ്പോഴേക്കും കൃത്യമായി ഇത് രാഷ്ട്രീയത്തിൻ്റെ അവാർഡ് മാത്രമായിട്ട് ദേശീയ ചലച്ചിത്ര പുരസ്കാരം മാറുന്നു എന്നുള്ളതും അതിനകത്ത് നിസ്സഹായരായി നിൽക്കുന്ന കലാകാരന്മാരുടെ അവസ്ഥയുമാണ് റസൂൽ തുറന്നു പറയുന്നത് എന്നതും കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആര്യ. കാരണം ദേശീയ ചലച്ചിത്ര പുരസ്കാരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉയർന്നു വരുന്ന ഒരു ഘട്ടവും ഉണ്ടായിരുന്നു. ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പല സിനിമകൾക്കും അവാർഡ് കൊടുക്കുന്നത് എന്ന് പോലും ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നതോടൊപ്പം തന്നെ കൃത്യമായ ധാരണയോ മറുപടിയോ ഒന്നും തന്നെ സിനിമാ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ ജൂറിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. ഇത്തവണത്തെ ജൂറിയിൽ പോലും വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഈ സിനിമ കാണുന്ന പ്രേക്ഷകർ വലിയ ടെക്നീഷ്യൻസോ ഇതിന്റെ ടെക്നിക്കൽ സൈഡ് അറിയാവുന്ന ആളുകളോ ഒന്നുമല്ല. സാധാരണ പ്രേക്ഷകർക്ക് പോലും തോന്നിപ്പോവുകയാണ് ഇവരൊക്കെ ഈ ജൂറി എന്ത് അടിസ്ഥാനത്തിലാണ് ഈ പല കാറ്റഗറിയിലും അവാർഡ് കൊടുത്തത് എന്നുള്ളത്. ഈ കേരള സ്റ്റോറിയുടെ കാര്യം പറയുമ്പോൾ ഒന്ന് സംവിധാനത്തിന് കൊടുത്തു, മറ്റൊന്ന് ഈ ഛായാഗ്രഹണത്തിന് കൊടുത്തപ്പോൾ നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ എത്രത്തോളം പരിഹാസ ട്രോളുകളും ചർച്ചകളും ഒക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് എന്നുള്ളത്. ഏത് പെർഫെക്ഷൻ നോക്കിയിട്ടാണ് അല്ലെങ്കിൽ എന്ത് വ്യത്യസ്തത കണ്ടിട്ടാണ് ഈ ഛായാഗ്രഹണത്തിനൊക്കെ ആ ചിത്രത്തിന് അവാർഡ് കൊടുത്തത് എന്ന തരത്തിലൊക്കെ വലിയ പരിഹാസങ്ങളും വിമർശനങ്ങളും ഒക്കെ സൈബറിടത്തിൽ ഉയർന്നു വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ, അല്ലേ?
തീർച്ചയായും അത് ആ വിമർശനങ്ങൾ ഇപ്പോഴും ഉയരുന്ന ഒരു ഘട്ടവും കൂടിയുണ്ട്. ഇനി അവാർഡ് ദാന ചടങ്ങുകളൊക്കെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് വീണ്ടും ഇത് ചർച്ചയാകുമെങ്കിൽ പോലും റസൂൽ പൂക്കുട്ടിയെ പോലൊരു ഓസ്കർ അവാർഡ് ജേതാവ്, ഇവിടുത്തെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച സൗണ്ട് ഡിസൈനർ, ഇതുപോലുള്ളൊരു കൃത്യമായ ധാരണയിൽ വെച്ച് സംസാരിക്കുമ്പോൾ അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഇതൊരു വലിയ രീതിയിൽ തന്നെ ഇത് നേഷൻ വൈഡ് ഒട്ടാകെ ഒരു ചർച്ചയാക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ദേശീയ അവാർഡ് ജൂറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോഡിയെ തീരുമാനിക്കുമ്പോഴേക്കും അത് സർക്കാരിൻ്റെ തീരുമാനങ്ങൾക്ക് മാത്രം മുന്നോട്ട് പോകാനാണ്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഇഷ്ടപ്പെട്ട സിനിമകളോ അല്ലെങ്കിൽ വിഭാഗങ്ങൾക്കോ വേണ്ടി മാത്രം അവാർഡ് കൊടുക്കാനാണെങ്കിൽ എന്തിനാണ് ഇങ്ങനൊരു അവാർഡ് ജൂറി അല്ലെങ്കിൽ അവാർഡ് കമ്മിറ്റി എന്നൊരു ചോദ്യം വളരെയധികം രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നൊരു ഘട്ടത്തിലാണ്. അതിനെ സാധൂകരിക്കുന്ന തരത്തിൽ റസൂലിനെ പോലൊരു വ്യക്തി കൃത്യമായി ഫിലിം ജൂറിക്കെതിരെ സംസാരിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്യുന്നത് അത് വളരെ കൃത്യമായ വിമർശനവുമായിട്ട് തന്നെയാണ് എടുക്കേണ്ടത്. അതോടൊപ്പം തന്നെയാണ് പറയുന്നത്, ഇപ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ കേരള സ്റ്റോറിക്ക് ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി ഒക്കെ അവാർഡ് കൊടുത്തപ്പോഴേക്കും മലയാളികൾ പുച്ഛിച്ചാണ് ആ അവാർഡ് കാറ്റഗറിയെ പോലും കണ്ടത്. കാരണം എന്ത് അടിസ്ഥാനത്തിലാണെന്നൊരു ചോദ്യം മികച്ച സംവിധായകനായിട്ട് സുദീപ് തോസിന് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ഈ സിനിമയ്ക്ക് അവാർഡ് നൽകിയതുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലുള്ള ഒരു കഥകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള കെട്ടുകഥകൾ അല്ലെങ്കിൽ ആരോ ഈ യാഥാർത്ഥ്യവുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത കഥകൾക്ക് നാഷണൽ അവാർഡ് പോലൊരു അവാർഡ് കൊടുക്കുമ്പോഴേക്കും സ്വാഭാവികമായി മറ്റ് സംസ്ഥാനങ്ങളിലെ ജനങ്ങളും ഇത് വിശ്വസിക്കുകയാണ്. അപ്പോൾ അങ്ങനൊരു പ്രൊപ്പഗാൻഡയും കൂടി അവാർഡിലൂടെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ആര്യ. കാരണം ഇതാണോ കേരളത്തിൽ നടക്കുന്നത് എന്നൊരു ചോദ്യം ഇപ്പോഴും അവാർഡ് കൊടുത്തതോടുകൂടി വീണ്ടും മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ ചർച്ചയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയാണോ കേരളത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളത്. പക്ഷേ അങ്ങനെയൊന്നും അല്ലാതെ ഇത് സർക്കാരിൻ്റെ താല്പര്യത്തിനനുസരിച്ച് മാത്രം ഫിലിം ജൂറി അവാർഡുകൾ നൽകുമ്പോഴേക്കും ഇതുപോലുള്ള കലാകാരന്മാർക്ക് അമർഷവും വിഷമവും ഉണ്ടാകുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നുണ്ട്. അവരുടെ വർക്കിന്, അവരുടെ ആർട്ടിന് കൃത്യമായ രീതിയിലുള്ള ഒരു പരിഗണന പോലും കിട്ടുന്നില്ല എന്നതോടൊപ്പം തഴയപ്പെടുകയാണ് എന്നുള്ളൊരു വലിയ കാര്യം കൂടിയുണ്ട്. അതായത് അതുകൊണ്ട് തന്നെയാണ് ഹരി, ഇത് നേരത്തെ ഹരി തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യമൊട്ടുക്ക് ഈ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. എന്തുകൊണ്ട് മികച്ച ഇത് സിനിമകളായിക്കോട്ടെ അല്ലെങ്കിൽ കലാകാരന്മാരായിക്കോട്ടെ ഈ കാറ്റഗറിയിലൊക്കെ ഈ അവാർഡ് പരിഗണിക്കുന്ന സമയത്ത് തഴയപ്പെട്ടു പോകുന്നു. ഈ ഒരു പ്രത്യേകമായ പ്രൊപ്പഗണ്ട സംസാരിക്കാത്ത ചിത്രങ്ങൾക്ക് അവാർഡ് കിട്ടാതെ പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക വിഭാഗം രാഷ്ട്രീയത്തിനോട് ചേർന്ന് നിൽക്കാത്ത കലാകാരന്മാർ അവാർഡിന് അർഹരല്ല എന്ന് പറഞ്ഞ് തഴയപ്പെടുന്നു. ആ ഒരു വിഷയം ചർച്ച ചെയ്യേണ്ടതാണ്. ഇനി വരാൻ പോകുന്ന ഇത്തരത്തിലുള്ള അവാർഡ് നിർണയത്തിലെങ്കിലും അത്തരത്തിൽ ഉള്ള പാർഷ്യാലിറ്റികളൊന്നും പാടില്ല. അതുകൊണ്ടാണ് ഈ വിഷയം ഇത്തരത്തിൽ ശക്തമായി തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യമുള്ളത്, അല്ലേ? തീർച്ചയായും. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഫിലിം ജൂറി അവാർഡ് പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ ഇതുപോലുള്ള രാഷ്ട്രീയം ഉണ്ടാകുന്നു എന്നുള്ളത് കഴിഞ്ഞ വർഷങ്ങളിലും ഒക്കെ തന്നെ ഇതുപോലെ ആവർത്തിച്ച കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലെങ്കിലും ഈ അവാർഡ് പ്രഖ്യാപിച്ചുകൂടെ എന്നുള്ളതാണ്. കാരണം അവർ ചിന്തിക്കുമ്പോഴേക്കും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ പോലും ദേശീയ അവാർഡിന് യാതൊരുവിധ വിലയും ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് മാറുകയാണ് ആര്യ. അതിന് കൃത്യമായ കാരണം പൊളിറ്റിക്സ് ആണ്. പണ്ട് ഒരു കാലഘട്ടത്തിൽ ഒരു ദേശീയ അവാർഡ്, ഒരു ഭാരതരത്ന അവാർഡ് കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ ഒരു നടനെ അല്ലെങ്കിൽ ഒരു നായികയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണെങ്കിൽ ഇന്നതൊരു വെറും രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് മാത്രം മാറുകയാണ് എന്നുള്ളതിന് ഉദാഹരണങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ നമ്മുടെ മുന്നിലുമുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴേക്കും ഈ അവാർഡിന്റെ മൂല്യം പോലും വളരെ താഴ്ന്ന രീതിയിലേക്ക് മാറുന്ന ഒരു ഘട്ടത്തിലേക്കും കൂടി കാര്യങ്ങൾ എത്തുന്നു. അത് സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായ രീതിയിലേക്ക് മാറുകയാണ്. അതോടൊപ്പം തന്നെയാണ് ആടുജീവിതം എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് സിനിമാറ്റോഗ്രാഫിക്കോ സംവിധായകനോ അല്ലെങ്കിൽ മികച്ച ഒറിജിനൽ മ്യൂസിക്കിനായിട്ട് AR റഹ്മാനോ അല്ലെങ്കിൽ എഡിറ്ററായ ശ്രീകർ പ്രസാദിനോ ഏതെങ്കിലും വിഭാഗത്തിൽ അവാർഡ് കിട്ടുമെന്ന് മലയാളികൾ 101% ഉറപ്പിച്ചിരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. അവിടെ നിന്നുകൊണ്ട് ഇത്തവണത്തെ നാഷണൽ അവാർഡിൽ ഒരു അവാർഡിനെ പോലും പരിഗണിക്കാതിരുന്ന ആടുജീവിതം വന്നപ്പോഴേക്കും സത്യം പറഞ്ഞാൽ സമൂഹ മാധ്യമത്തിനുള്ളിൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു. കാരണം ഇത് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 പരിഗണിക്കുന്ന സിനിമയാണ്. അതുകൊണ്ടാണ് ആടുജീവിതത്തിന് വരാത്തത്. ആടുജീവിതം അടുത്ത കൊല്ലത്തിൽ അവാർഡ് വരും എന്ന് പോലും ചിന്തിച്ചിരുന്ന മലയാളികൾ ഉണ്ടായിരുന്നു. കാരണം ഒരു വിഭാഗത്തിൽ പോലും ഈ ചിത്രത്തിന് അവാർഡ് ഇല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും അത് ഉൾക്കൊള്ളാൻ, വിശ്വസിക്കാൻ മലയാളികൾക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. റസൂൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഞാൻ ഇനി കൂടുതൽ എന്തെങ്കിലും വിമർശിച്ചാൽ അതിൻ്റെ അർത്ഥം ഞാൻ ചെയ്ത സിനിമ ആയതുകൊണ്ട് ഞാൻ പുകഴ്ത്തുകയാണെന്ന് കരുതും എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അത് അങ്ങനെയല്ല എന്നുള്ളതും വ്യക്തമായിട്ട് മലയാളികൾക്ക് മുന്നിൽ അറിയാവുന്ന ഒരു കാര്യവും ജൂറിയുടെ ഇടയിൽ നടക്കുന്ന ഈ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു ജൂറിയായിട്ട് മാറുമ്പോൾ അത് കൃത്യമായി സംസാരിക്കപ്പെടേണ്ട ഒരു കാര്യം കൂടിയുമാണ്. അതോടൊപ്പം തന്നെ കലാകാരന്മാർക്ക് കിട്ടേണ്ട അംഗീകാരങ്ങൾ എവിടെ എന്നൊരു വലിയ ചോദ്യവും കൂടി നിലനിൽക്കുകയാണ്. തീർച്ചയായും. MS ഹരികൃഷ്ണനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും ദേശീയ അവാർഡ് നിർണയ ജൂറിക്കെതിരെ ശക്തമായ ഭാഷയിൽ തന്നെ വിമർശിച്ചിരിക്കുകയാണ് റസൂൽ പൂക്കുട്ടി. ആടുജീവിതം തഴയപ്പെട്ടത് കൃത്യമായ പൊളിറ്റിക്സ് കാരണം തന്നെയാണെന്ന് അദ്ദേഹം തുറന്നടിച്ചിരിക്കുകയാണ്.